ദുൽഖർ സൽമാൻ ലക്കിയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇത്തവണ അദ്ദേഹം ലക്കി ആയിരിക്കുന്നത് സിനിമകൾ ചെയ്യാതിരുന്നിട്ടാണ് എന്നുള്ളതാണ് ഏറെ കൗതുകകരമായിട്ടുള്ള വസ്തുത. ഈയിടെ റിലീസായിട്ടുള്ള കമൽഹാസൻ നായകനായി മണിരത്നം സംവിധാനം ചെയ്തിട്ടുള്ള തഗ് ലൈഫ് എന്ന സിനിമ ദുൽഖർ സൽമാൻ ഉപേക്ഷിച്ചതാണ് അദ്ദേഹത്തിനെ ലക്കിയാക്കി മാറ്റിയത്. ലക്കി ഭാസ്കർ എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു തഗ് ലൈഫ് ദുൽഖർ സൽമാൻ ഉപേക്ഷിച്ചത്. അതുപോലെ തന്നെ ശങ്കർ സംവിധാനം ചെയ്ത ഇന്ത്യൻ 2 എന്ന സിനിമ അദ്ദേഹം സീതാരാമം എന്ന സിനിമയ്ക്ക് വേണ്ടി ഉപേക്ഷിച്ചതായിരുന്നു. കമൽഹാസൻ നായകനായിട്ടുള്ള ഈ രണ്ട് സിനിമകളും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട സിനിമകളാണ്. ഈ രണ്ട് സിനിമയിൽ നിന്നും ദുൽഖർ സൽമാൻ രക്ഷപ്പെട്ടതാണ് ദുൽഖർ സൽമാനെ ലക്കിയാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ തഗ് ലൈഫും ഇന്ത്യൻ 2 ഉപേക്ഷിച്ച് ദുൽഖർ സൽമാൻ സ്വീകരിച്ച സീതാരാമവും ലക്കി ഭാസ്കറും അദ്ദേഹത്തിന് തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ വമ്പൻ പ്രേക്ഷക പിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത്. കൂടാതെ ഈ രണ്ട് സിനിമകളും ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയമാവുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ റിലീസായിട്ടുള്ള ലക്കി ഭാസ്കർ എന്ന സിനിമയിലെ മികച്ച പ്രകടനത്തിന് അദ്ദേഹത്തിന് തെലുങ്കാന സർക്കാരിന്റെ ഏറ്റവും മികച്ച നടനുള്ള പ്രത്യേക ജൂറി അവാർഡ് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ദുൽഖർ സൽമാൻ വെറും ലക്കി മാത്രമല്ല, അദ്ദേഹം ടാലന്റഡ് കൂടിയാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്.